ബിഗ് ബോസിൽ ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ എയറിൽ നിൽക്കുന്ന ഒരാളാണ് ജാസ്മിൻ്റെ ഫാദർ. ഫാമിലി റൗണ്ടിനായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയതും അവിടെ ചെന്ന് ഗബ്രിയുടെ മാല ജാസ്മിൻ്റെ നിന്ന് മേടിക്കുന്നതും അതുപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോ ജാസ്മിനിൽ നിന്നും അകറ്റി മാറ്റുന്നതും ഫോട്ടോ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആൾ നിലത്തൊന്നും ആയിരുന്നില്ല, എയറിൽ തന്നെ ആയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ലീക്കായിട്ടുണ്ട്. സായിയും ജാസ്മിൻ്റെ ഫാദറും കൂടി സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ് ലീക്കായിരിക്കുന്നത്. സായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുൻപ് ജാസ്മിൻ്റെ ഫാദർ സായിക്ക് വിളിച്ചതും സായിയോട് ചിലത് ജാസ്മിനോട് പറയാൻ പറഞ്ഞതും ഒക്കെയാണ് ലീക്കായിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു പ്രേക്ഷകർക്ക്. പക്ഷെ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ജാസ്മിൻ്റെ അവിടെ ഉണ്ടായിരുന്ന കളി. പുറത്തുള്ള ജാസ്മിനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ഗെയിമാണ് ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ കാഴ്ചവെച്ചത്. ഒരു ലവ് ട്രാക്ക് പിടിക്കുകയും അത് ലവ് ട്രാക്ക് അല്ല, എന്നാൽ അത് ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് ആണെന്ന് പറയുകയും അവർക്ക് തന്നെ മനസ്സിലാവാതെ ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് ആണോ അത് ലവ് ആണോ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലായിരുന്നു ജാസ്മിൻ പോയിക്കൊണ്ടിരുന്നത്. ജാസ്മിന് വളരെയധികം മോശമായിട്ടാണ് ഫലിച്ചത്. അതിനിടയ്ക്ക് ജാസ്മിൻ്റെ ഫാദർ വയ്യ എന്നും പറഞ്ഞ് ബ്ലോക്ക് ആണെന്നും പറഞ്ഞ് ജാസ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു ഫോണിൽ. അപ്പോൾ തന്നെ ജാസ്മിൻ്റെ ഫാദർ ചെറിയൊരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ടാവാം. അതിനുശേഷം ജാസ്മിൻ ഒരു 2 ദിവസത്തിന് ജാസ്മിൻ്റെ ക്യാരക്ടറൊക്കെ മാറ്റി ഗബ്രിയുമായിട്ടുള്ള ഒരു അടുപ്പമൊക്കെ കുറച്ച് അങ്ങനെ 2 ദിവസം പോയി. പക്ഷേ വീണ്ടും രീതിയിലേക്ക് തന്നെ പോവുകയായിരുന്നു, ഗെയിം അങ്ങോട്ട് തന്നെ കൊണ്ടുപോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് വൈൽഡ് കാർഡ് എൻട്രി എന്നും പറഞ്ഞ് കുറച്ച് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത്. അതിലൊരാളാണ് സായി. പോകുന്നതിന് മുൻപ് ജാസ്മിൻ്റെ ഫാദർ സായിയെ വിളിച്ചിരുന്നു. തൻ്റെ മകൾക്ക് ഒരുപാട് നെഗറ്റീവാണ് പുറത്തു വന്നിരിക്കുന്നത്, ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് നിർത്തണം എന്നൊക്കെ സായിയോട് പറയാൻ പറയുന്നുണ്ട്. സായി അത് വള്ളിപ്പുള്ളി തെറ്റാതെ തന്നെ ജാസ്മിനോട് പോയി പറയുന്നുണ്ട്. അത് നമ്മൾ സായി വന്ന ആദ്യ എപ്പിസോഡുകളൊക്കെ കണ്ടാൽ അറിയാം. പക്ഷേ അത് പറയുന്നത് ബിഗ് ബോസ് തടഞ്ഞില്ല എന്നതാണ് സത്യം. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞതും പിന്നെ ബിഗ് ബോസ് സായിക്ക് വാണിംഗ് കൊടുത്തിരുന്നു. ജാസ്മിൻ എല്ലാം കേൾക്കട്ടെ എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു ബിഗ് ബോസ്. അപ്പോഴും ജാസ്മിൻ 2-3 ദിവസത്തിന് മാറിയിരുന്നു, വീണ്ടും പഴയ ട്രാക്കിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ ജാസ്മിൻ്റെ ഫാദറിന് സോഷ്യൽ മീഡിയയിൽ തെറി പൊങ്കാലയാണ് ആളുകൾ ഇടുന്നത്. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ഥിരതയുമില്ലാത്ത വ്യക്തിയാണ്. ഗെയിമിന് വേണ്ടി ഏത് രീതിയിലുള്ള കളിയും കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ജാസ്മിൻ്റെ ഫാദർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. സായി പോകുമെന്ന് അറിഞ്ഞിട്ട് സായിക്ക് വിളിച്ചു പറഞ്ഞു, അതിൽ തെറ്റില്ല. ഒരു ഫാദറിന്റെ കടമയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ ഒരു മകൾ എന്ന നിലയ്ക്ക് ജാസ്മിൻ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അത്ര നല്ല രീതിയിൽ ജാസ്മിന് അവിടെ ഗെയിം കളിക്കാൻ അത്രയും ബിഗ് സപ്പോർട്ടായിരുന്നു ജാസ്മിന് പുറത്തുണ്ടായിരുന്നത്. ജാസ്മിനായിട്ട് തന്നെ ജാസ്മിന്റെ ജീവിതം നശിപ്പിക്കുന്നത് പോലെ ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കാം എന്നാണ് തോന്നുന്നു. അത് കഴിഞ്ഞൊരു ജീവിതം പുറത്തുണ്ട് എന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.